ഡിയേഴ്സ്, ഇന്ന് നമ്മളുടെ യെല്ലോ ഡേ ആണ്. യെല്ലോ ഫുഡ് മാത്രം കഴിച്ചിട്ടുള്ള ഒരു ദിവസം, യെല്ലോ ഫുഡ് ചലഞ്ച്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പറയുന്നത് മഞ്ഞൾപ്പൊടി ഇട്ടതാണ് ദോശയിലേക്ക്, പിന്നെ ഉരുളക്കിഴങ്ങ് കറിയാക്കി, പിന്നെ ഇത് ഗോൾഡൻ മിൽക്ക് എന്നൊക്കെ പറയുന്ന ടെർമറിക് മിൽക്കില്ലേ, അതുമാക്കി. 10:20 സമയം. ബ്രേക്ക്ഫാസ്റ്റ് ദോശയും പിന്നെ ഉരുളക്കിഴങ്ങ് കറി, പിന്നെ ഗോൾഡൻ മിൽക്ക് എന്ന് പറയുന്നത് നമ്മളുടെ മഞ്ഞൾപ്പൊടി ഇട്ട് ടെർമറിക് മിൽക്കില്ലേ, അതാണ് ഉണ്ടാക്കിയതിന്. നല്ല ഹെൽത്തിയസ്റ്റ് ഡ്രിങ്കാണ്. ദോശയിൽ ഞാൻ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ രാവിലെ അരച്ച ദോശയിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മഞ്ഞ കളറാക്കി. അല്ലാണ്ട് ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഉപ്മാവാക്കിയിട്ട് കഴിക്കാം. അപ്പം ഇതുപോലെ തന്നെയാണല്ലോ. എന്തായാലും വിശക്കുന്നുണ്ട്, ലേറ്റായി പോയി. എന്തൊരു ഭംഗിയാ കാണാൻ, മഞ്ഞ കളർ ദോശയും. ഇതാണ് കൂടുതൽ ഭംഗി. അപ്പോ കഴിക്കട്ടെ. കഴിക്കും. മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് ഹെൽത്തി സാധനമാണ്. അപ്പം അത് ദോശയിൽ ടേസ്റ്റ് മാറ്റങ്ങളൊന്നുമില്ല. കുറെ പേര് പർപ്പിൾ ചലഞ്ച് ചെയ്യാതെ റെഡ് ചെയ്യോ പിങ്ക് ചെയ്യോ അങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വീക്ക്ലി വൺസ് ആണ് ഇത് ഇപ്പം നമ്മൾ കളർ ചലഞ്ച് ചെയ്യുന്നത്, ഫുഡ് ചലഞ്ച്. വഴിയെ ഓരോ ദിവസമായിട്ട് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ചാലഞ്ച് 2 ദിവസം ആക്കേണ്ടി വരും. കുറച്ചൊരു ഇട്ട് പോലെ ഉണ്ടെങ്കിലും ഇവിടെ ഭയങ്കര മഴക്കാറ്, മഴ തന്നെയാണ്. ഇന്നിപ്പം മഴ പെയ്തില്ല, പക്ഷെ ഭയങ്കര ഇരുട്ടായിട്ടേ ഉള്ളത്. അതുകൊണ്ടാണ് അത്ര ക്ലാരിറ്റി ഇല്ലാത്ത വീഡിയോ. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് ആയ ദോശയും ഉരുളക്കിഴങ്ങ് കറിയും പിന്നെ ടെർമറിക് മിൽക്കും അതെല്ലാം കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത ബ്രേക്ക് ടൈമിൽ കാണാം. 12:30 സമയമായി. അപ്പോൾ ഇപ്പം എന്തെങ്കിലും ഒന്ന് കുടിക്കാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഫ്രെസ്കോൻ്റെ പൈനാപ്പിൾ ക്രഷ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നൊരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോകുന്നത്. സ്പൂൺ എടുത്തിട്ടുണ്ട്. ടേസ്റ്റിന് അനുസരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ക്രഷ് കൂട്ടാം, കുറക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഒഴിച്ചത് തിളപ്പിച്ച പാല് ചൂടാറിയ ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. വേണേൽ തണുപ്പിക്കാം, പക്ഷേ ഈ മഴക്കാലത്ത് തണുപ്പിക്കണമെന്നൊന്നുമില്ല. ഐസ് ക്യൂബ് പോലെ 3-4 ഇട്ടാലും മതി. അത് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മളത് മിക്സ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് വേറെ പഞ്ചസാരയൊന്നും വേണ്ട. ക്രഷിന് നല്ല മധുരമായിരിക്കൂലേ. അപ്പോൾ വേണമെങ്കിൽ മധുരം വേണമെന്നുള്ളവർക്ക് പഞ്ചസാര ഇടാം, ഇല്ലെങ്കിൽ പിന്നെ വേണ്ട. ഇതിൻ്റെ അകത്തേക്ക് ഐസ് ക്യൂബ് ഇടാം. പൈനാപ്പിൾ ക്രഷ് റെഡി ആയിട്ടുണ്ട്. അല്ല, പൈനാപ്പിൾ ജ്യൂസ്, ക്രഷിനെ കൊണ്ടുള്ള ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. കുടിച്ചു നോക്കാം എങ്ങനെയുണ്ട് നോക്കട്ടെ. എങ്ങനെയുണ്ട് എന്ന് കുടിച്ചു നോക്കിയിട്ട് പറയാം. നല്ല പൈനാപ്പിളിന്റെ ടേസ്റ്റ് ഉള്ള ഒരു ജ്യൂസ്, അടിപൊളി. അപ്പൊ ഇനി ലഞ്ച് ടൈമിൽ കാണാം. നമ്മളെ മഞ്ഞ കളർ ലഞ്ച് ആയിട്ട് കാണാം. ബിരിയാണിയാണ്. നെയ്ച്ചോറിലേക്ക് മഞ്ഞൾ വെള്ളം നമ്മൾ ആഡ് ചെയ്യല്ല, അങ്ങനെ നമുക്ക് മഞ്ഞച്ചോറായി. കുറച്ച് മാങ്ങേൻ്റെ ക്രഷ്, പിന്നെ ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കണം. ഇഷ്ടംപോലെ വെള്ളം ഒഴിക്കാം. നല്ല ഒരു റിഫ്രഷിങ് ഡ്രിങ്കാണ്. മാങ്ങയും പിന്നെ ലെമണും ആക്കിയിട്ട്
വേണമെങ്കിൽ മധുരം ഇടാം, പക്ഷേ ഉച്ചക്ക് ഭക്ഷണത്തിൻ്റെ കൂടെ മധുരം ഇടണം എന്നില്ല. ഉച്ച 3 മണി കഴിഞ്ഞ സമയം മഞ്ഞ കളർ ബിരിയാണിയും പിന്നെ ഒരു മാംഗോ ലൈം ജ്യൂസാണിത്. മാങ്ങയും പിന്നെ ചെറുനാരങ്ങയും പിന്നെ വെള്ളവും. ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഉച്ചഭക്ഷണം. അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി തിന്നു കഴിഞ്ഞിട്ട് നമ്മളെ കണ്ണൂർക്കാരുടെ ബിരിയാണി. ഓരോ നാട്ടിലും ഓരോ ടൈപ്പ് ബിരിയാണീസ് എല്ലാം ഉണ്ടാവില്ല. ഇത് മലബാർ ചിക്കൻ ബിരിയാണിയാണ്. അതിന്റെ റെസിപ്പി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, എല്ലാവരും നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നമ്മള് അരി എന്ന് പറയുന്നത് അഷ്റഫ് അലി, അങ്ങനെയാണ് ഈ അരിന്റെ പേര്. ഭയങ്കര ടേസ്റ്റ് ആണ്. ബസുമതി കുറച്ച് കഴിച്ചാൽ പെട്ടെന്ന് വയറ് അറിയാം, കുറച്ചും കൂടി കഴിക്കാൻ പറ്റും. ചിക്കൻ ഒരു ലൈറ്റ് യെല്ലോ കളറാണ്. ഏതാ നിങ്ങളുടെ ഫേവറേറ്റ് ബിരിയാണി? ചിക്കൻ ആണോ, മട്ടൺ ആണോ, ബീഫാണോ? എൻ്റെ ഫേവറേറ്റ് ചിക്കൻ ബിരിയാണി. Q&A എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എപ്പോഴാണ് ടയേർഡ് ആയിട്ടുണ്ടാവുക ബിരിയാണി കഴിച്ചാൽ. ബിരിയാണി കഴിച്ചിട്ട് ഇനി ഒരു 1 മണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ഒന്നും തിരിയില്ല, ഒന്ന് കിടന്നുറങ്ങിയാൽ മതി എന്ന് തോന്നും. അങ്ങനെ ഒരു ക്ഷീണ. ബിരിയാണി കുറച്ച് കഴിച്ചാൽ മതി. മിക്ക ആൾക്കാർക്ക് അങ്ങനെ ആയിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ ഇനി വൈകുന്നേരം സ്നാക്ക് ടൈമിൽ നമുക്ക് കാണാം. 5:17 ടൈം. അപ്പോൾ ഒരു ജ്യൂസും പിന്നെ എന്തെങ്കിലും കഴിക്കാനും ഒക്കെ. സാധാരണ ഓറഞ്ച് അല്ല, അപ്പൊ ഇത് ജ്യൂസ് ആക്കിയാൽ യെല്ലോ കളർ ജ്യൂസാണ് ഉണ്ടാവുക. ഇതിനിപ്പോൾ പേരെന്നാ എല്ലാവരും പറയല്, ഓറഞ്ച് തന്നെ നമ്മളെല്ലാം പറയല്. ഇതിനെ കൊണ്ട് ജ്യൂസ് അങ്ങ് ആക്കും. ഓറഞ്ച് അല്ല, മഞ്ഞാണ്. ഇതിൻ്റെ ടേസ്റ്റുമായി എനർജിയായി. മിക്സി ജാറിൽ ഇട്ടിട്ടുണ്ട്. ഇത് ഒന്ന് വെള്ളം ആക്കാണ്ട് നമുക്ക് അടിച്ചെടുക്കാം, എന്നിട്ട് വേണമെങ്കിൽ വെള്ളം ചേർക്കാം. അരിച്ചിട്ടെടുക്കാം. ഈ ടൈമിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളവും ആഡ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് അരിച്ച് കഴിഞ്ഞിട്ട് മധുരം ഇല്ലെങ്കിൽ മധുരം ആഡ് ചെയ്യാം. കണ്ടോ, ജ്യൂസാക്കി. പിന്നെ കേക്ക് ഉണ്ട് കഴിക്കാൻ, വേണമെങ്കിൽ ചിപ്സും തിന്നാം. ചിപ്സും ഉണ്ട്, സ്പെഷ്യൽ സാധനമുണ്ട്, അലുവ. വൈകുന്നേരം 5 മണി കഴിഞ്ഞില്ലേ, അപ്പൊ ഞാനിത് ജ്യൂസ് ആക്കിയിട്ടുണ്ട്. നല്ല മധുരമുണ്ട്, പഞ്ചസാര ഇടാണ്ട് തന്നെ നല്ല മധുരമുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ വേണമെങ്കിൽ കേക്ക് ഉണ്ട്, ചിപ്സ് ഉണ്ട്, അലുവ. കോഴിക്കോടൻ അലുവ എന്ന് കേട്ടിട്ടേ, നമ്മളെ കണ്ണൂര് നല്ലോണം അവൈലബിൾ ആയിട്ടില്ല. ഇത് മഞ്ഞക്കളറാണ്, ഇതിൻ്റെ അത് കാണുമ്പോൾ എന്താ മഞ്ഞക്കളറാകുമ്പോൾ. അപ്പോൾ കോഴിക്കോടൻ അലുവ എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റുള്ള സാധനമാണ്. പിന്നെ ഈ ജ്യൂസിൻ്റെ ഒക്കെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, വേണമെങ്കിൽ തിന്നാം. നമുക്കൊരു കേക്ക് പീസ് തിന്നാം. ബ്രിട്ടാനിയന്റെ ബട്ടർ ബ്ലാസ്റ്റ് കേക്കാണ്. പിന്നെ പീസ് നല്ല ബട്ടറിന്റെ ടേസ്റ്റ് ആണ്, പഞ്ഞി പോലെയുണ്ട്. അപ്പോൾ നമ്മളുടെ സ്നാക്ക് ടൈം കഴിഞ്ഞു. 12 മണിക്കൂർ, അതായത് 12 hours ഓഫ് ഫുഡ് ചലഞ്ച് എന്ന് ഞാൻ എഴുതിയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 12 hours ആണ് നമ്മളുടെ ഡേ ടൈമിൽ ഉൾപ്പെടുന്നുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്. ഈ 12 hours അല്ലേ നമ്മൾ ഭക്ഷണം കഴിക്കുന്നുള്ളൂ, ബാക്കിയുള്ള സമയം നമ്മൾ കിടന്നുറങ്ങില്ലേ. ഇപ്പം പൊളിച്ചൊക്കെ നോക്കിയിട്ട് കഴിക്കുന്നില്ലല്ലോ.
അപ്പോൾ ആ 12 hours മാത്രം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഫുഡ് ടൈം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത്. ഓക്കെ, കുറേ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് ചേച്ചി 12 hours അല്ല 24 hours ആണെന്ന്. അപ്പോൾ നമ്മളെ സ്നാക്ക് ടൈം ഇവിടെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഡിന്നർ ടൈമിന് കാണാം. ഇപ്പോൾ 9:30 സമയം. രാത്രി ഞാനിപ്പോൾ ഭക്ഷണമാക്കിയത് മാഗി നൂഡിൽസാണ്. ചേരാം, വെള്ളം തിളപ്പിച്ചിട്ട് ഉപ്പിട്ടു, എന്നിട്ട് മാഗി വേവിച്ചു. അത്രയേ ഉള്ളൂ. വേവിച്ചിട്ട് ആ വെള്ളം ഊറ്റിക്കളഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മളെ മാഗി റെഡി. വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് വെജിറ്റബിൾസ് ഇടാം, വേണമെങ്കിൽ മുട്ട ഇടാം. പക്ഷേ ഇങ്ങനെ മഞ്ഞ കളർ അങ്ങ് പോയില്ലേ, അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ മാഗി മാത്രം ആക്കിയിട്ടെടുത്തു. 9:30 കഴിഞ്ഞ സമയം. നമ്മളെ ഡിന്നർ എന്ന് പറയുന്നത് മാഗി, ഒന്നും ചേർത്തിട്ടില്ല, മഞ്ഞ കളർ മാഗി. മാഗി അല്ലെങ്കിൽ ഒന്നും ചേർക്കാണ്ട് ഒന്നും ഇടാണ്ട് എനിക്ക് ഇഷ്ടം. വേണമെങ്കിൽ വെജിറ്റബിൾസ്, മുട്ട അതെല്ലാം ചേർക്കാം. പക്ഷേ മഞ്ഞ കളർ മാറുമല്ലോ, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മാഗി മാത്രം ഇത് തിന്നാം. കുടിക്കാൻ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ രാത്രി വെള്ളം മാത്രമേ കുടിക്കാൻ കഴിയൂ. എനിക്ക് വേറെ ഒന്നും പറ്റില്ല, വെള്ളം. ആരുടെയൊക്കെ ഫേവറേറ്റാ മാഗി? എൻ്റെ ഫേവറേറ്റ് ഒന്നല്ല, ഇടയ്ക്ക് എപ്പെങ്കിലും മാത്രമേ വാങ്ങിക്കുള്ളൂ. ഞങ്ങളങ്ങനെ മാഗി അങ്ങനെ തിന്നാത്തൊരു സാധനം കുറവാ. നമ്മളെ ഈ യെല്ലോ ചാലഞ്ചിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് വാങ്ങിയതാണ്. അപ്പോ ഇന്നത്തെ യെല്ലോ ഫുഡ് ചാലഞ്ച് ഇവിടെ തീർന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇതുപോലെയുള്ള ചാലഞ്ചസ് ഇനിയും ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.